Hi all, welcome to Way to Study Table. My name is Angelet. Today we're going to discuss the first unit of Standard 7, that is Harmony of Marvels. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ട്. എന്താണത്? ഹാർമണി ഓഫ് മാർവൽസ് അല്ലേ? സോ ഈ ഒരു യൂണിറ്റിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ള ഓൾ ദി 10 ആക്ടിവിറ്റീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, സോ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ കവർ ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ഞാൻ ഓരോ ദിവസവും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും 7th സ്റ്റാൻഡേർഡിൻ്റെ. ഓക്കെ, സോ കമ്മിങ് ഡേയ്സിൽ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതിനോടൊപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കില്ല. ഓക്കെ, സോ ഞാൻ ഹിന്ദിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഖുദ് സേ പ്യാർ ആ ഒരു ചാപ്റ്റർ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ മിഡിവൽ ഇന്ത്യ ആ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് സ്റ്റാൻഡേർഡ് 7 എടുത്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള റോബോട്ട്സ് കാണാൻ കഴിയുന്നുണ്ടോ? വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? എന്തൊക്കെയാണ് ചില കോമൺ ആയിട്ടുള്ള ടാസ്ക് റോബോട്ടിന് ചെയ്യാൻ കഴിയുന്നത്? യെസ്, നമുക്കറിയാം അല്ലേ, കുക്കിംഗ് അല്ലെങ്കിൽ ക്ലീനിങ്, പിന്നെന്താണ് അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ സർജറി അസിസ്റ്റൻസ്, അതുപോലെ മിലിറ്ററിയിൽ, എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ ഒട്ടുമിക്ക ഫീൽഡിലും ഇപ്പം റോബോട്ട്സിൻ്റെ പ്രസൻസ് ഉണ്ട് അല്ലേ? Have you ever seen or heard of a robot that helps with household chores? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ലൈക്ക് റോബോട്ട് എന്താണ് വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കുന്ന റോബോട്ടിനെ? Yes or no? If you get the service of a robot at home, what will you make it do? Okay. എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് ലൈക്ക് റോബോട്ടിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുകയെന്നിരിക്കട്ടെ, നിങ്ങൾ അതിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കും? ഇവിടെ നോക്കിയാൽ ഫണ്ണി ആൻസർ തന്നേക്കുന്നത്, ഇഫ് ഐ ഹാഡ് എ റോബോട്ട് അറ്റ് ഹോം ഐ വുഡ് മേക്ക് ഇറ്റ് ഡു മൈ ഹോം വർക്ക്, ബട്ട് സീരിയസ്ലി ഇറ്റ് കുഡ് ഹെൽപ്പ് മീ ക്ലീൻ മൈ റൂം ഓർ ഹെൽപ്പ് മീ ലേൺ ന്യൂ തിങ്സ്. ഇവിടെ എന്താ ഞാൻ പറഞ്ഞേക്കുന്നത്? ഇഫ് ഐ ഹാഡ് എ റോബോട്ട് അറ്റ് ഹോം, എനിക്ക് എൻ്റെ വീട്ടിലൊരു റോബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് മേക്ക് ഇറ്റ് ഡു മൈ ഹോം വർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് എല്ലാം അതിനെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. പക്ഷെ സീരിയസ്ലി ഇറ്റ് കുഡ് ഹെൽപ്പ് മീ ക്ലീൻ മൈ റൂം, എന്നെ റൂം ക്ലീൻ ചെയ്യാനും സഹായിക്കുമായിരുന്നു. ഓർ ഹെൽപ്പ് മീ ലേൺ ന്യൂ തിങ്സ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എന്നെ റോബോട്ട് സഹായിക്കുമായിരുന്നു. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? എന്തുകൊണ്ടാണ് റിക്കിയുടെ ഹാബിറ്റ്സ് സ്ലോവൻലി എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ കാരണം? വൈ? Ricky's habits described as slovenly because he just threw his belongings all over the place. കാരണം അവൻ്റെ സാധനങ്ങൾ, ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം സാധനങ്ങൾ എന്ത് ചെയ്യാണ്? എല്ലായിടും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് അല്ലെ, ത്രൂ ചെയ്തിരിക്കുകയാണ്, എറിഞ്ഞിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? എന്തൊക്കെ വീട്ടുജോലികളാണ് ആ റോബോട്ട് ഏറ്റെടുത്തത് വീട്ടിൽ വന്നപ്പോൾ? ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, off it went cooking, cleaning and ironing, but the most important work it did was picking up Ricky's clothes from the floor. അത് വീട്ടിലെത്തിയ പാടെ എന്ത് ചെയ്തു? അത് കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെന്താണ് അയണിങ്ങും ഒക്കെ തുടങ്ങി. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്താ അത് ചെയ്തത്? നമ്മുടെ റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം ഫ്ലോറിൽ നിന്ന് എടുത്ത് പിക്ക് ചെയ്ത് വെക്കുമായിരുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? എന്ത് വ്യത്യാസമായിരുന്നു റിക്കിയുടെ സ്വഭാവത്തിൽ കണ്ടത്? യെസ്, റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് എന്താ നാണക്കേട് തോന്നിയല്ലേ, അഷെയിമായി. റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അവൻ എന്ത് തീരുമാനം എടുത്തു? അവൻ ഡിസൈഡ് ചെയ്തു, ഞാൻ ഇനി ഏറ്റവും നന്നായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബോയ് ആയിരിക്കും. He put real care into how he treated his things. He kept them tidy and made sure he didn't have more than what was necessary. With his pocket money, he began to help people. അങ്ങനെ അവൻ്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? നല്ല കെയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടെല്ലാം ടൈഡി ആയിട്ട് നീറ്റായിട്ട് വെക്കാൻ തുടങ്ങി. എന്നിട്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യവും അവൻ പിന്നെ വാങ്ങിക്കാറില്ല. അതുപോലെ അവൻ്റെ പോക്കറ്റ് മണി വെച്ച് അവന് ആളുകളെ സഹായിക്കാൻ തുടങ്ങി. സോ ഈ ചേഞ്ചസ് ആയിരുന്നു റിക്കിയുടെ ബിഹേവിയറിൽ കണ്ടത്. What does the author mean by he caught it red-handed? എന്താണ് എഴുത്തുകാരൻ പറയുന്നത്? He caught it red-handed. അവനെ കയ്യോടെ പിടിച്ചു, അവൻ്റെ കള്ളത്തരം കയ്യോടെ പിടിച്ചു എന്ന് പറയുന്നില്ലേ? എന്താ ഇതിന്റെ അർത്ഥം ഇവിടെ?
The author means that Ricky caught the robot doing something wrong. Here, Ricky misunderstood the robot. He thought the robot had stolen his t-shirt. നമ്മുടെ ഇവിടെ റിക്കി എന്താ വിചാരിക്കുന്നത്? റിക്കി വിചാരിക്കുന്നത് റോബർട്ട് അവന്റെ ടീഷർട്ട് മോഷ്ടിച്ചു എന്നാ അല്ലേ? മിസ്അണ്ടർസ്റ്റാൻഡ് നടന്നതല്ലേ അവിടെ? തെറ്റിദ്ധരിക്കുകയായിരുന്നു റോബർട്ടിനെ അല്ലേ? സോ അങ്ങനെയാണ് റിക്കി എന്താ പറഞ്ഞത്? ഞാന് കയ്യോടെ പിടിച്ചിട്ടുണ്ട്, ആരാണ് കള്ളനെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞത്. Here sir, I did not know it was bothering you. What does the robot mean? എന്താ ഇങ്ങനെ റോബർട്ട് പറയാൻ അർത്ഥം? എനിക്കറിയില്ലായിരുന്നു നിങ്ങളെ അത് ബോദർ ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. എന്തിനെ കുറിച്ച് റോബർട്ട് പറയുന്നത്? Robert had seen Ricky's things lying scattered on the floor. It thought that he did not need them. The robot was programmed to collect all that was not wanted. The robot didn't know that taking Ricky's belongings was bothering him. അതായത് റിക്കിയുടെ സാധനങ്ങൾ ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് കിടക്കുക ഫ്ലോറിലല്ല, ഇങ്ങനെ എന്താ നിരന്ന് കിടക്കുകയാണ് ഫ്ലോറിൽ. എവിടെ നോക്കിയാലും റിക്കിയുടെ സാധനങ്ങളാണ്. അപ്പൊ റോബർട്ട് എന്ത് വിചാരിച്ചു? ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്. ഡിഡ് നോട്ട് നീഡ് ദം. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യം. അപ്പൊ ആവശ്യമില്ലാത്ത സാധനം എന്നാണ് ആര് വിചാരിച്ചത്? റോബർട്ട് വിചാരിച്ചത്. അപ്പോൾ റോബർട്ടിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്താവശ്യമില്ലാത്ത സാധനം കണ്ടാലും എന്ത് ചെയ്യണം? അതിനെ കളക്ട് ചെയ്ത് അതിനെ മാറ്റി വെക്കണം എന്നാണ് ആ റോബോട്ടിനെ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. സോ ഈ റോബോട്ട് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ തറയിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് അല്ലെ, ഫ്ലോറിൽ. സോ റോബോട്ട് എന്ത് ചെയ്യും? അതെല്ലാം കളക്ട് ചെയ്യും അല്ലെ. അപ്പൊ റോബോട്ടിന് അറിയില്ല ഇതൊക്കെ റിക്കിക്ക് ആവശ്യമുള്ളതെന്ന്. റോബോട്ടിന് അറിയാമോ? അറിയില്ല. സോ ഈ കാര്യം റിക്കിനെ ബോദർ ചെയ്യുന്നുണ്ടെന്ന് ആർക്കറിയില്ലായിരുന്നു? നമ്മുടെ റോബോട്ടിന് അറിയില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, സോ നിങ്ങൾ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ എഴുതിയ ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നോക്കാം. സോ ദ ഫസ്റ്റ് വൺ, these are some of the events that are described in the story. Read them carefully. താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്? ഈവൻസ് ആണ്. ഈവൻസ് മീൻസ് സംഭവങ്ങൾ. ഓക്കെ, സോ സ്റ്റോറിയെ കാണിക്കുന്ന, നമ്മുടെ സ്റ്റോറിയെ കുറിച്ച് പറയുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഈവന്റുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്ത് എഴുതണം. സോ ഈവന്റ് എല്ലാം ജംബിൾഡ് ആയിട്ട് തന്നിരിക്കുന്നത്. ആദ്യം എന്ത് സംഭവം നടന്നത്, അതിനുശേഷം എന്ത് നടന്നു, പിന്നീട് എന്താണ് സംഭവിച്ചത്. സോ അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ആദ്യം വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ആദ്യം എന്താണ് വരുന്നത്? റിക്കീസ് പേരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബർട്ട്. റിക്കിയുടെ പേരൻസ് എന്ത് ചെയ്തു? ബട്ട്ലർ റോബർട്ടിനെ പർച്ചേസ് ചെയ്തു. റിക്കീസ് മദർ ഗിവ്സ് ഹിം കോഴ്സ് ടു ഡു അറൌണ്ട് ദ ഹൗസ്. വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യാൻ അതിന് കൊടുത്തു. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ അവന്റെ റൂം ഭയങ്കര ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടിരിക്കുന്ന കണ്ടു അല്ലെ. അടുത്ത എന്താണ്? റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. അവൻ അവന്റെ മിസ്സിംഗ് ടീഷർട്ടും ഫുട്ബോളും സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എന്താ സംഭവിച്ചത്? റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബർട്ട് അറൌണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. അതെ, നമ്മുടെ ബട്ട്ലർ റോബോട്ടിന്റെ പുറയില് ആര് ഫോളോ ചെയ്യാണ്? റിക്കി ഫോളോ ചെയ്യാണ്, സ്പൈ ചെയ്യുവാണ്. എവിടെ പോയി എൻ്റെ ടീഷർട്ട്, അല്ലെങ്കിൽ എവിടെ പോയി എൻ്റെ ഫുട്ബോള്, എനിക്കത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് റിക്കി എന്ത് ചെയ്യാണ്? ബട്ട്ലർ റോബോട്ടിന്റെ പുറകെ ഫോളോ ചെയ്യാണ്. നെക്സ്റ്റ് ആണ് സംഭവിച്ചത്? റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. കയ്യോടെ അവനെ പൊക്കി. ആരെ പൊക്കിയെന്നാ? ബട്ട്ലർ റോബോട്ടിന് റിക്കി പൊക്കി അല്ലേ. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. എന്നിട്ട് റിക്കി എന്ത് ചെയ്യാണ്? പേരൻസിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു. റിക്കി ബിക്കെയിംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. പക്ഷെ എന്താ പിന്നെ സംഭവിച്ചത്? റിക്കിക്ക് നാണക്കേട് തോന്നിയല്ലേ. എന്നാലും ഞാൻ എങ്ങനെ എൻ്റെ സാധനങ്ങൾ ഞാൻ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവന് അഷെയിം ഫീൽ ചെയ്തു. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. അങ്ങനെ അവൻ അവന്റെ സ്വന്തം സാധനങ്ങളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങി. റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അങ്ങനെ അവൻ തീരുമാനിച്ചു, ഞാൻ ഇനി തൊട്ട് നല്ല മാക്സിമം ഒരു എഫിഷ്യൻസി ബോയ് ആയിരിക്കുമെന്ന്. ഓക്കെ, ഇനി നമ്മളിപ്പം നമ്മൾ തയ്യാറാക്കിയ ഈവൻസ് ഉണ്ടല്ലോ, നമ്മൾ ഓർഡർ ചെയ്ത ഈവൻസ്, ആ ഓർഡർ ചെയ്ത ഈവൻസ് വെച്ചൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നോക്കി ഞാൻ എങ്ങനെയാണ് ട്രൈ ചെയ്തേക്കുന്നതെന്ന്. ആ സെയിം നമ്മുടെ ഈവൻസ് എടുത്താണ് ഞാൻ ഈ പാരഗ്രാഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Ricky's parents got a robot to do housework. One day, Ricky woke up and saw his room was very clean. He couldn't find his t-shirt and football and watched the robot to find them. Ricky found the robot picking up stuff and didn't like it. He told his parents. Then Ricky felt sorry for being messy. He soon realized his own negligence and felt ashamed. He decided to be neater
and he started taking better care of his possessions, just like the robot, by becoming a maximum efficiency boy. Okay? We saw a change in Ricky's behavior at the end. Write them below. നമ്മൾ കണ്ടില്ലേ ഈ കഥയുടെ അവസാനം റിക്കിയുടെ സ്വഭാവത്തിന് മാറ്റം വന്നല്ലേ ബിഹേവിയറിന്. അപ്പം എങ്ങനെയായിരുന്നു റിക്കിയുടെ സ്വഭാവം മുൻപ്, പിന്നീട് എങ്ങനെയായിരുന്നു, ശേഷം എങ്ങനെയായിരുന്നു? ഓക്കെ, നമുക്ക് നോക്കാം. സോ മുൻപ് എന്തൊക്കെയായിരുന്നു റിക്കി ചെയ്തുകൊണ്ടിരുന്നത്? റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. അവന് ഒന്നും സൂക്ഷിക്കത്തില്ലല്ലേ, അവൻ കെയർലെസ് ആയിരുന്നു. എല്ലാം ഇങ്ങനെ മൊത്തം ഇങ്ങനെ വാരി ഇങ്ങനെ ഇടുന്നൊരു മെസ്സി ആയിട്ടുള്ളൊരു ബോയ് ആയിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ് വിതൗട്ട് കെയറിങ്. ഒരു കെയറും ഇല്ലാതെ അവന്റെ സാധനങ്ങളെല്ലാം എല്ലായിടും ഇങ്ങനെ കിടക്കുമായിരുന്നു. ഹി കെയർഡ് ഫോർ നത്തിങ്. അവനൊന്നിനെ കുറിച്ച് ഒരു വിചാരം ഇല്ലായിരുന്നു. റിക്കി കംപ്ലെയിൻസ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. പിന്നെ അവൻ എന്താ ചെയ്തത്? ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് എന്ത് ചെയ്തു? കംപ്ലൈന്റ് ചെയ്തു അല്ലേ പേരൻസിനോട്. ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അതുപോലെ അവന്റെ ഹാബിറ്റ്സ് എല്ലാം വളരെ ബാഡ് ആയിരുന്നു. പിന്നീട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? റിക്കി ബിക്കേം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കിയുടെ സാധനങ്ങളെ കുറിച്ച് ഭയങ്കര കെയർഫുൾ ആയി തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ടു കീപ് ഹിസ് റൂം നീറ്റ് ആൻഡ് ടൈഡി. അതെ, റിക്കി എന്ത് ചെയ്യാൻ തുടങ്ങി? അവന്റെ റൂം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കാൻ തുടങ്ങി. ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. പിന്നീട് എന്താ തുടങ്ങിയത്? ആളുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പിന്നെ റിക്കിക്ക് മനസ്സ് തോന്നി അല്ലേ. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. എന്നാലും അവന് ഭയങ്കര വിഷമമായിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാതെ ഇത്രയും നാള് ജീവിച്ചത് എന്നോർത്ത് അവന് ഒരു നാണക്കേട് തോന്നി. ഹി ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അങ്ങനെ അവനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി തീർന്നു. Ricky tells his best friend Robin about the robot that his father bought. Write the conversation between Ricky and Robin. Okay, ഇനി നമ്മളൊരു കോൺവെർസേഷൻ ആണ് എഴുതാൻ പോകുന്നത്. എന്താണ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിലുള്ള സംസാരം അല്ലേ. ഓക്കെ, സോ കോൺവെർസേഷനിൽ ഇവിടെ മാറ്റർ എന്താണ്? റിക്കി റോബിനോട് പറയാണ്, എടാ നിനക്കറിയാവോ എൻ്റെ അച്ഛനാണ് ഒരു അടിപൊളി റോബോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ റോബോട്ടിന്റെ കഥയാണ് റിക്കി റോബിനും തമ്മിലുള്ള കോൺവെർസേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. റിക്കി, You will not believe what happened. My father purchased a robot. നിനക്കറിയാം, നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിനക്ക് എന്താ അറിയാം സംഭവിച്ചത്? എൻ്റെ അച്ഛനാണ് ഒരു റോബോട്ട് വാങ്ങിച്ചു. അപ്പൊ റോബിൻ എന്താ പറയുന്നത്? വാട്ട്, റോബോട്ട്? ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. റോബോട്ടോ, അടിപൊളിയായിരിക്കുമല്ലോ. അപ്പൊ റിക്കി എന്താ പറഞ്ഞത്? യെസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് റീസെന്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. ഇറ്റ് ക്യാൻ കുക്ക്, ക്ലീൻ ആൻഡ് അയൺ ക്ലോത്തിങ്. നിനക്കറിയാമോ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ആ റോബോട്ട്. അതിന് കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അയൺ ചെയ്യാനും ഒക്കെ അറിയാം. അപ്പൊ റോബിൻ എന്താ പറഞ്ഞത്? ഓ അമേസിങ്, ഹൗ ലക്കി യു ആർ. നീ ശരിക്കും ഭാഗ്യവാനാണല്ലോടാ. അപ്പൊ റിക്കി പറയാ, ബട്ട് സംതിങ് സ്ട്രേഞ്ച് ഒക്കേർഡ്. പക്ഷെ എന്തോ ഒന്ന് സ്ട്രേഞ്ച് ആയിട്ട് നടന്നു. അപ്പൊ റോബിൻ ചോദിക്കുക, അതെന്താ, വാട്ട് ഹാപ്പൻഡ്? അപ്പൊ റിക്കി പറയാണ്, ഐ കുഡ്ന്റ് ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് ഓർ മൈ ഫുട്ബോൾ. എനിക്ക് എന്റെ ഫേവറേറ്റ് ടീഷർട്ട് ഫുട്ബോളും ഒന്നും കിട്ടുന്നില്ല, കാണാൻ പറ്റുന്നില്ല. എവിടെയാണെന്ന് അറിഞ്ഞൂടെ, ഞാൻ നോക്കിയിട്ടൊന്നും സെർച്ച് ചെയ്തിട്ട് കിട്ടാനില്ല. ഇറ്റ് ടുക്ക് മൈ ബിലോങ്ങിങ്സ് വിതൗട്ട് മൈ പെർമിഷൻ. നിനക്കറിയാമോ, എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ റോബോട്ടിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പൊ റോബിൻ ചോദിക്കുക, ഡിഡ്ന്റ് യു ടെൽ യുവർ പേരൻസ്? നീ നിന്റെ പേരൻസിനോട് പറഞ്ഞില്ലേ കാര്യം? അപ്പൊ റിക്കി എന്താ പറഞ്ഞത്? റൈറ്റ്, ബട്ട് ദേ ഡിഡ്ന്റ് ബിലീവ് മീ, ബട്ട് ഐ കോട്ട് ദ റോബോട്ട് റെഡ് ഹാൻഡഡ്. അവരെന്നെ വിശ്വസിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അവരെന്നെ വിശ്വസിച്ചില്ല. പക്ഷെ എന്നാലും ഞാൻ ആ റോബോട്ടിനെ കയ്യോടെ പൊക്കി. അപ്പൊ റോബിൻ എന്താ പറഞ്ഞത്? ഓഹ്, ഇറ്റ് ഈസ് അൺയൂഷ്വൽ, മേ ബി ദ റോബോട്ട് ഈസ് അറ്റംപ്റ്റിംഗ് ടു ഹെൽപ്പ് യു. അതൊരു അസാധാരണ കാര്യമാണല്ലോ. മിക്കവാറും ആ റോബോട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും അറ്റംപ്റ്റ് ചെയ്തത്. അപ്പൊ റിക്കി പറയാ, യെസ്, ഇറ്റ് കളക്ട്സ് അൺവാണ്ടഡ് ഐറ്റംസ് ആൻഡ് സ്റ്റോർ ദം ഇൻ ഏരിയാസ് വെർ അതർ ഹ്യൂമൻസ് മേ യൂസ് ദം. ശരിയാടാ, അത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് മറ്റുള്ള ആവശ്യമുള്ള ആളുകൾക്ക് അത് കൊടുക്കും. അതാണ് ആ റോബോട്ടിനെ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ റോബിൻ പറയാ, ദാറ്റ്സ് വണ്ടർഫുൾ, ദ റോബോട്ട് ഈസ് ഗ്രേറ്റ്. ശരിക്കും നിന്റെ റോബോട്ട് അടിപൊളിയാണല്ലടാ എന്നാണ് അവരുടെ കൺവെർസേഷൻ. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ പ്ലേലിസ്റ്റ് സ്റ്റാൻഡേർഡ് 7 നോക്കി നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ഞാൻ വീഡിയോസ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെ ഞാൻ ഹിന്ദിയും സോഷ്യൽ സയൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള സബ്ജക്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, at the fourth activity, read the following part from the story. നമ്മുടെ സ്റ്റോറിയിലുള്ള ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? ഫാദറും റിക്കിയും തമ്മിലുള്ള ഒരു സംസാരം കാണുന്നത് അല്ലേ. ഫാദർ പറയാണ്, a robot is a wonderful device, look at the things it can do.
ഓ നോക്ക് റോബോട്ട് എത്ര നല്ല സാധനമല്ലേ, അതെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ റിക്കി പറയാണ് ഐ ഡോണ്ട് തിങ്ക് സോ, ഹീസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് തോന്നുന്നില്ല, അത് നല്ലതിനേക്കാളും കൂടുതൽ ചീത്ത കാര്യമാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഫാദർ പറയാ യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ തെറ്റാണ്, നീ തെറ്റാണ് പറയുന്നത്, നിനക്ക് അറിയില്ല റിക്കി, നിനക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ റിക്കി എന്താ പറയാ ഐ കാണ്ട് അഗ്രി വിത്ത് യു, എനിക്ക് എന്തായാലും അച്ഛനോട് യോജിക്കാൻ കഴിയില്ല. റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാം. റോബോട്ട് ഒരു വലിയ പ്രോബ്ലമാണ്, അതിനെ നന്നായിട്ട് പ്രോഗ്രാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും വലിയൊരു പ്രോബ്ലമാണ്. അപ്പൊ ഇവിടെ രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷനിൽ ഡിസഗ്രിമെന്റ് കാണിക്കുന്നുണ്ടല്ലേ, അതായത് എന്താണ് യോജിക്കാത്ത ചില കാര്യങ്ങൾ അവർ യോജിക്കുന്നില്ല അല്ലെ. ഒരാൾ ഹാ എന്ന് പറയും, മറ്റാൾ പറയാ ഇല്ല അത് അങ്ങനെയല്ല എന്ന് പറയുന്നത് കാണാം അല്ലെ. സോ അങ്ങനത്തെ എക്സ്പ്രഷൻ ഇവിടുന്ന് നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയേ ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്ക് തോന്നുന്നില്ല, അതൊരു ഡിസഗ്രിമെന്റ് ആണ് അല്ലെ. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്, അത് നല്ലതിനേക്കാളും കൂടുതൽ എന്താണ് ഹാം ആണ് ചെയ്യുന്നത്. യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ തെറ്റാണ് റിക്കി, നിനക്ക് അറിയില്ല എങ്ങനെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത്. അതും എന്താണ് ഒരു ഡിസഗ്രിമെന്റ് ആണ് അല്ലെ. ഐ കാണ്ട് അഗ്രി വിത്ത് യു, എനിക്ക് നീയുമായിട്ട് അഗ്രി ചെയ്യാൻ കഴിയില്ല. സോ ദീസ് ആർ ദ സെന്റൻസസ് ദാറ്റ് ഷോസ് ഡിസഗ്രിമെന്റ് ഇൻ ദ above passage. Okay. Question B നോക്കിയേ. Now let's find out what Atul and Anju have to say about robots. നമുക്ക് നോക്കിയേ ഇനി അതുലിനും അഞ്ജുവിനും റോബോട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്. അതിൽ പറയാം I think robots are awesome. They can do so many things that humans cannot. എനിക്ക് തോന്നുന്നു റോബോട്ട്സ് ഒത്തിരി അടിപൊളിയാണ്. നമ്മൾ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത എന്തെല്ലാം കാര്യമാണ് റോബോട്ടിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അഞ്ജു എന്താ പറയുന്നത്, yes Atul, I agree they can do cool stuff, but there are some downsides to them too. ശരി, നീ പറയുന്നതൊക്കെ ശരി തന്നെയാ, പക്ഷേ അത് ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. എന്താണ്, റോബോട്ടിന് കുറച്ച് ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, ഡൗൺ സൈഡ്സ് ഉണ്ട്. അപ്പൊ അതിലെന്ത് പറയാണ്, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. റോബോട്ട് കൻ വർക്ക് 24/7 വിതൗട്ട് ഗെറ്റിംഗ് ടയർഡ്. ശരിയാ, അതിനെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് റോബോട്ടിന്, പക്ഷെ എങ്കിൽ തന്നെ നമുക്ക് അതിന്റെ നല്ല കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞാലോ, അഡ്വാൻറ്റേജസ് പറഞ്ഞാലോ. നിനക്കറിയില്ല റോബോട്ടിന് 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ പറ്റും, അതും ടയേർഡ് ആവാതെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അഞ്ജു പറയാ yeah, that's true. They can be like super helpers, especially in factories where they can make things faster. എനിക്കറിയാം, ശരിയാ, നീ പറഞ്ഞ സത്യ. ഫാക്ടറീസിലൊക്കെ എന്താണ്, അവർ നല്ല അടിപൊളി ഹെൽപ്പേഴ്സ് ആയിരിക്കും അവർക്ക് കഴിയും. കാരണം അവർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യരാണെങ്കിൽ ടയർഡ് ആയി പോവല്ലേ. Atul, exactly, and they can go to places that are too dangerous for people, like the deep sea or outer space. നിനക്കറിയാമോ, എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ റോബോട്ടിന് നമുക്ക് വിടാൻ പറ്റും. റോബോട്ട് എന്താണ് ഡേഞ്ചറസ് പ്ലേസിലൊക്കെ പോകാൻ പറ്റും, ലൈക്ക് ആഴത്തിൽ കടലിന്റെ ആഴങ്ങളിലും എന്താണ് പിന്നെ ഔട്ടർ സ്പേസിലും ഒക്കെ റോബോട്ടിന് പോകാൻ കഴിയും. അപ്പൊ അഞ്ജു പറയാ ഐ സീ യു പോയിന്റ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. കാര്യമൊക്കെ ശരിയാണ്, നീ പറയുന്ന പോയിന്റ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ റോബോട്ട് മറ്റുള്ളവരുടെ ജോലി നഷ്ടപ്പെടുത്തുന്ന അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്. അപ്പൊ അതിൽ പറയാം യു ഹാവ് എ ഗുഡ് പോയിന്റ് there, that can be disadvantage, but they can also create new jobs in the field of robotics. നീ പറയുന്നത് ശരിയാണ്, കറക്റ്റ് പോയിന്റ് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ എങ്കിൽ തന്നെയും എന്താ പറയുന്നത്, റോബോട്ടിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ഈ റോബോട്ട്സ് കാരണം ഒരുപാട് ജോലികൾ പുതിയ ഫീൽഡിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അഞ്ജു പറയാ അത് ശരിയാണ്, ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. എല്ലാവരെ കൊണ്ടും കഴിയോ റോബോട്ട്സിനെ വാങ്ങിക്കാൻ? കഴിയില്ല അല്ലേ. ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അതിനെ ഒരു റോബോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബിൽഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ചെലവുണ്ട് അല്ലേ, എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതിൽ പറയാ ഐ അഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം, ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ. ശരിയാണ്, നല്ല കോസ്റ്റ് ആണ്, ചെലവുള്ളതാണ്, പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വയ്യാത്ത ആളുകൾ അല്ലെ, ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിളിനൊക്കെ എത്ര സഹായമാണ് റോബോട്ട്. അപ്പൊ അഞ്ജു പറയാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്, റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേസ്. ശരിയാടാ, റോബോട്ട്സിന് നമ്മുടെ ലൈഫിനെയൊക്കെ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം മുകളിലത്തെ സെന്റൻസുകൾ നമ്മൾ വായിക്കുമ്പം അതുലും അഞ്ജുവും തമ്മിൽ സംസാരിക്കുമ്പോൾ അവര് ചില സെന്റൻസുകൾ റോബോട്ടിനെ കുറിച്ച് എഗ്രിമെന്റ് ചെയ്യുന്നുണ്ട്, ചിലത് അവർ ഡിസഗ്രിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമുക്ക് രണ്ട് ബോക്സ് ഉണ്ട്. എഗ്രിമെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവര് യോജിപ്പുള്ളത്
അവർക്ക് യോജിപ്പില്ലാത്ത എന്തൊക്കെ സെന്റൻസുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് രണ്ടുപേർക്ക് യോജിപ്പുള്ളത്? I agree they can do cool stuff. I totally get that. Yeah, that's sure. Exactly. I agree. Yeah, that's a great advantage. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവര് യോജിക്കുന്നുണ്ട്. ഇനി അവർക്ക് യോജിപ്പില്ല, ഡിസഗ്രിമെന്റ് ആണെന്ന് കാണിക്കുന്ന ഏത് സെന്റൻസുകളാണ്? But there are also some downsides. I see your point, but that's true. But ഈ ബട്ട് വരുമ്പോൾ എന്താണ്? പക്ഷേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് ഡിസഗ്രിമെന്റ് ആണ്. Activity 5. Let us conduct a debate in the class on we cannot live without mobile phones. Form two groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. Okay. അഞ്ചാമത്തെ ആക്ടിവിറ്റി പറയുന്നൊരു ഡിബേറ്റിനെ കുറിച്ചാണ്. എന്താണ് ടോപ്പിക്? എന്താ, വി കനോട്ട് ലിവ് വിതൗട്ട് മൊബൈൽ ഫോൺ. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. അപ്പൊ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഡിബേറ്റിൽ. ഒന്നാമത്തെ ഗ്രൂപ്പ് എ പറയാണ് ശരിയാ, മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ബി എന്താ പറയുന്നത്? പിന്നെ അങ്ങനൊന്നുമില്ല, മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഗ്രൂപ്പ് ബി പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേബിളിൽ എന്തൊക്കെയാണ് മൊബൈൽ ഫോണിന്റെ യൂസസും എന്തൊക്കെയാണ് മൊബൈൽ ഫോണിന്റെ അത് കാരണം വരുന്ന ബാഡ് എഫക്ട്സും അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ യൂസസ് എന്തൊക്കെയാണ്? ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെ? ഈ പോയിന്റ് വെച്ച് രണ്ട് ഗ്രൂപ്പിനെ ഡിബേറ്റ് ചെയ്തൂടെ? ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വാക്ക് തർക്കം അല്ലെ? സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് ഒരാള് എതിർത്ത് പറയുന്നു, മറ്റേയാള് യോജിച്ച് പറയുന്നു, അതാണ് ഡിബേറ്റ് അല്ലെ? സോ ഈ പോയിന്റ്സ് വെച്ച് രണ്ട് ഗ്രൂപ്പുകാർക്കും ഡിബേറ്റ് നടത്താൻ പറ്റും. എന്തൊക്കെ യൂസസ് ആണ് റോബോട്ടിനുള്ളത്? ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, ആക്സസ് ടു ഇൻഫർമേഷൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്തെടുത്തൂടെ? അതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് കോൾ ചെയ്യാൻ പറ്റും അല്ലെ? നാവിഗേഷൻ ആൻഡ് GPS സർവീസസ്, അതുപോലെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ, നമ്മൾ യാത്ര പോകുന്ന സ്ഥലത്ത് നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് അധികം അറിയത്തില്ലെങ്കിലും GPS സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ എന്റർടൈൻമെന്റ് ആണ്. പിന്നെ എഡ്യൂക്കേഷണൽ ടൂൾസ് ഉണ്ട്. ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മൊബൈലിലൂടെ പഠിക്കുന്നതല്ല, നമുക്ക് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോ പോലും നിങ്ങൾ മൊബൈലിൽ കൂടെ അല്ലേ കാണുന്നത്? സോ ഇതൊക്കെ കുറച്ച് യൂസസ് ആണ്. എങ്കിൽ തന്നെയും ഇത്രയും യൂസ് ഉണ്ടെങ്കിലും കുറെ സൈഡ് എഫക്ട്സും കുറച്ച് ബാഡ് ഇമ്പാക്റ്റും മൊബൈൽ ഫോൺസിന്റെ യൂസിനുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് വേസ്റ്റേജ് ഓഫ് ടൈം ആണ് അല്ലെ? നമ്മുടെ സമയം നമുക്ക് നഷ്ടമാണ്. നമ്മൾ അറിയത്തില്ല എന്തുമാത്രം സമയമാണ് നമ്മൾ ഫോണിൽ ചെലവാക്കുന്നതെന്ന്. ഇത്രയും നമ്മൾ അധികമായിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന്റെ ഇഷ്യൂ വരും അല്ലേ? അതുപോലെ ഡിസ്ട്രാക്ഷൻ, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ അശ്രദ്ധ പലപ്പോഴും ഉണ്ടാവും. പിന്നെ സോഷ്യൽ ഐസൊലേഷൻ, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും സോഷ്യലി മിങ്കിൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. സെക്യൂരിറ്റി റിസ്ക്, അതുപോലെ മൊബൈൽ യൂസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ ഡേറ്റയും കാര്യങ്ങളും ഒക്കെ അത് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രൈവസി, നമ്മുടെ ഡേറ്റാസിന്റെ പ്രൈവസി ഒക്കെ നമുക്ക് റിസ്ക് ആണ്. ഓക്കെ, അതുപോലെ അഡിക്ഷൻ ആണ് അല്ലെ? അധികം യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതൊരു അഡിക്ഷൻ ആണ്. Activity 6. Sarah has bought a washing machine from a popular outlet. Unfortunately, it has stopped working. Here is an email sent to the company to get it repaired. സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റിൽ നിന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ അവളുടെ അത് വാഷിംഗ് മെഷീൻ സ്റ്റോപ്പായി. അപ്പൊ അവൾ എന്ത് ചെയ്യാണ്? ഒരു ഇമെയിൽ എഴുതാണ് കമ്പനിക്ക്, ഇതൊന്ന് റിപ്പയർ ചെയ്ത് തരണമെന്ന്. അപ്പൊ നമ്മളൊരു ഇമെയിൽ എഴുതുമ്പോൾ നമ്മൾ ആർക്കാണോ അത് എഴുതുന്നത് അവരുടെ മെയിൽ ID ആണ് 2 കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ സബ്ജക്റ്റ് നമ്മൾ വെക്കും അല്ലേ? എന്താ ഇവിടുത്തെ സബ്ജക്റ്റ്? കംപ്ലൈന്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് സബ്ജക്റ്റ്. ഇനി നമ്മുടെ മെയിൽ ബോഡിയിൽ എന്താ വെക്കുന്നത്? നമ്മൾ ആദ്യമേ ഗ്രീറ്റിംഗ്സ് പറയും, സർ എന്ന് പറയാം അല്ലേ? I purchased a washing machine from your company a few weeks ago. ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. പക്ഷെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദി ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഇഷ്യൂ നോക്കണം. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ്. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ഈ ഒരു മെയിലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് സാറ. ഇതൊരു മെയിലിന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി, റിക്കി kept on complaining to his parents about the robot, but they didn't listen to him. റിക്കി എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടായിരുന്നു പേരൻസിനോട് റോബോട്ടിനെ കുറിച്ച്, പക്ഷെ അവരത് കേട്ടില്ല. So he decided to register a complaint through email with the robot manufacturing company, asking them to replace the misprogrammed robot. അതുകൊണ്ട് റിക്കി ഒരു തീരുമാനം എടുത്ത് എന്താ ഡിസൈഡ് ചെയ്തത്?
ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം മെയിൽ വഴി. ആർക്കാ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ആ റോബോട്ടിന്റെ മാനുഫാക്ചറിങ് കമ്പനി, റോബോട്ടിനെ നിർമ്മിച്ച കമ്പനിക്ക് റിക്കി ഒരു മെയിൽ എഴുതുകയാണ്. ലൈക്ക് ഈ ഒരു മിസ്പ്രോഗ്രാം ആയിട്ടുള്ള ഈ റോബോട്ടിനെ നിങ്ങൾ മാറ്റി തരണം, റീപ്ലേസ് ചെയ്ത് തരണം. ഓക്കെ, സോ ഈ ഒരു മെയിലിൽ നമ്മൾ എന്തൊക്കെയാണ് വെക്കുന്നത്? ഒന്നാമത് നമ്മളുടെ മെയിൽ ഐ ഡി, രണ്ടാമത് നമ്മൾ ആർക്കാണോ ആ ഒരു കമ്പനിയുടെ മെയിൽ ഐ ഡി, തേർഡ് നമ്മുടെ മെയിലിന്റെ സബ്ജക്റ്റ് ആണ്. സോ ഇവിടെ റീപ്ലേസ്മെന്റ് ആണ്. എന്തിന്റെ റീപ്ലേസ്മെന്റ് ആണ്? മിസ്പ്രോഗ്രാംഡ് റോബോട്ടിന്റെ. ഇനി നമ്മൾ മെയിലിന്റെ കണ്ടന്റ് എന്ത് വെക്കും? ആ കണ്ടന്റ് വെക്കുമ്പോൾ നമ്മൾ ഗ്രീറ്റിംഗ്സ് വെക്കും. പിന്നെ എന്താണ് വിഷയം? I am Ricky. A few weeks ago, my father purchased a robot from your company, but it doesn't operate correctly. ഞാൻ റിക്കിയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് എൻ്റെ അച്ഛൻ ഒരു റോബോട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, പക്ഷെ അതിപ്പം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. I believe the robot is misprogrammed and performs things that we do not want it to do. ഞാൻ വിശ്വസിക്കുന്നത് ഈ റോബോട്ടിനെ എന്തോ മിസ്പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഈ റോബോട്ട് പെർഫോം ചെയ്യുന്നില്ല. സോ പ്ലീസ് റീപ്ലേസ് ദ റോബോട്ട് വിത്ത് എ ന്യൂ വൺ. അതുകൊണ്ട് ദയവായിട്ട് ഒരു പുതിയ റോബോട്ടിനെ ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരണം. I have attached pictures showing the robot's issue. ഞാൻ കുറച്ച് പിക്ചേഴ്സ് മെയിലിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റോബോട്ടിന്റെ ഇഷ്യൂസ് കാണിക്കുന്ന. പ്ലീസ് റിസോൾവ് ദി ഇഷ്യൂ ആസ് ക്വിക്ലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് റിക്കിയുടെ മെയില്. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളോട് എന്താണെന്നറിയാമോ, മെയില് എങ്ങനെ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, മെയിലിന്റെ ബോഡി എങ്ങനെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇതാണ് ഈ ഗ്രാമറിലുള്ളതാണ് മെയിൽ. ഓക്കെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മെയിൽ. സോ മെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നത് മനസ്സിലാക്കി നിങ്ങളിത് കുറച്ച് ടോപ്പിക്സ് എടുത്തിട്ട് തന്നെ ഒന്ന് മെയിലൊക്കെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. ഓക്കെ, 7th question, complete the following crossword puzzle. ഓക്കെ, വീട്ടുജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്രോസ്വേർഡ് പസിൽസ് ആണ്. അറിയാമോ നിങ്ങൾക്ക് ക്രോസ്വേർഡ് പസിൽസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്? ക്രോസ്വേർഡ് പസിൽസിൽ എക്രോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറുകെ കുറെ വരകൾ കാണും അല്ലെ, അതുപോലെ ഡൗൺ ആയിട്ടും കാണും. ഇപ്പൊ 1ഉം 3ഉം 4ഉം 1ൽ എന്താണ്? എക്രോസ് ആണ് എഴുതേണ്ടത്. ക്ലീൻ വിത്ത് വാട്ടർ, നമ്മൾ വാഷ് ചെയ്യുന്നത് വെള്ളം കൊണ്ടല്ലേ. മൂന്നാമത് ഫ്രീ ഫ്രം ഡേർട്ട്, മൂന്നാമത്തെ നോക്ക് എക്രോസ് പോയി, അതെന്താണ്? ക്ലീൻ ആണ്. നാലാമത് തിങ് യൂസ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ, നാലാമത് പറഞ്ഞത് മോപ്പാണ് അല്ലെ, നമ്മൾ തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഡൗൺ, അടുത്ത താഴോട്ടുള്ളത് ക്ലീനിങ് വിത്ത് എ ബ്രൂം, ചൂലുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? തൂക്കുകയല്ലേ ചെയ്യുന്നത്, സ്വീപ്പ് ചെയ്യാണ് അല്ലെ. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്, ഭയങ്കര ആഴമായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ചോപ്പ് എന്ന് പറയും അല്ലെ. ചോപ്പ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ചോപ്പ് ചെയ്യത്തില്ലേ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 8. Ricky's mother wanted him to do various household chores. Here's what she keep telling him. റിക്കിയുടെ മദർ എപ്പോഴും പറയല്ലേ, എടാ അത് ചെയ്യടാ, ഇത് ചെയ്യടാ, നീ ഇത് ചെയ്തോ, നീ അത് ചെയ്യുന്നില്ലേ എന്നൊക്കെ എപ്പോഴും പറയും. നമ്മൾ കണ്ടില്ലേ സ്റ്റോറിയിൽ? റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. നീ നിന്റെ സ്കൂൾ ബാഗ് ഒന്ന് എടുത്ത് സ്റ്റഡി റൂമിൽ വെച്ചേ. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, നിന്റെ തുണികൾ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുക. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിന്റെ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യുക. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിന്റെ ടീഷർട്ടും ട്രൗസേഴ്സ് ഒക്കെ അയൺ ചെയ്തേ. ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടു അല്ലേ. സോ യുവർ പേരൻസ് ടു മൈറ്റ് ഹാവ് ആസ്ക്ഡ് യു ടു ഡു സർട്ടൻ തിങ്സ്, റൈറ്റ് എ ഫ്യൂ ഓഫ് ദം. നിങ്ങളുടെ പേരൻസ് നിങ്ങളോടും പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നിങ്ങളോട് എന്തൊക്കെയാണ് നിങ്ങളുടെ പേരൻസ് പറയുന്നത് അത് നിങ്ങളിവിടെ ആഡ് ചെയ്യണം കേട്ടോ. സോ ക്ലീൻ യുവർ റൂം ആൻഡ് മേക്ക് യുവർ ബെഡ്. നിങ്ങളുടെ പേരന്റ് പറയാറില്ലേ? Help set the table for dinner. Water the plants in the garden. Take out the trash. Do your homework before watching TV. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ ആക്ടിവിറ്റി ബിയിൽ പറഞ്ഞിരിക്കുന്നത്, ഹൗ വിൽ യു ആസ്ക് യുവർ പേരൻസ് ടു ഡു സംതിങ് ഫോർ യു. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പേരൻസിനോട് പറയും, ഇതൊന്ന് ചെയ്തു തരും അമ്മ, പ്ലീസ് അമ്മ, പപ്പ ഇതൊന്ന് ചെയ്തു തരും, നിങ്ങൾ ചോദിക്കാറില്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ. നോക്കൂ, മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. അമ്മ എന്നെ ഒന്ന് സഹായിക്കുമോ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യാൻ? അല്ല എന്ത് പറയാം? ഫാദർ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. അച്ഛൻ എന്നെ ഈ ഹോംവർക്ക് ഒന്ന് ചെയ്യാൻ സഹായിക്കൂ അല്ലേ. മോം കുഡ് യു പ്ലീസ് ഫൈൻഡ് മൈ ബ്ലൂ ഷർട്ട്. അമ്മ എൻ്റെ ആ ബ്ലൂ ഷർട്ട് ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? മോം ക്യാൻ യു റീഡ് മീ എ ബെഡ് ടൈം സ്റ്റോറി ടു നൈറ്റ്. അമ്മ ഇന്ന് രാത്രി എനിക്കൊരു സ്റ്റോറി പറഞ്ഞു തരുമോ? ഓക്കെ, സോ ഇതുപോലത്തെ 1-2 എക്സാമ്പിൾസ് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കില്ല. ഓക്കെ, look at the following paragraph from the story. Off he went running to his parents. Father, this butler robot is faulty. He has filched my things. I think they programmed him badly. Let us send him off.
കണ്ടോ ഈ സെന്റൻസ് കണ്ടോ ഇവിടെ ചില വേർഡ്സ് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ചരിച്ച് കണ്ടോ sentences like the above refer to an action completed in the past having its relevance in the present അതായത് ഇത് ചെയ്തു പോയ കാര്യമാണ് നടന്ന കാര്യമാണ് പക്ഷെ അതിന് ഇപ്പോഴും റെലവെന്റ് ആണ് ഇപ്പൊ പ്രസന്റിലും അത് എന്താണ് ഉള്ള കാര്യമാണ് നടന്ന കാര്യമാണ് പക്ഷെ എങ്കിലും ഇപ്പോഴും അത് നിലവിലുള്ളതാണ് try to find sentences of a similar pattern from the paragraph given below ഇപ്പൊ നോക്കി ഇവിടെ പറഞ്ഞേക്കുന്നത് I have lived here for 30 years ഞാൻ 30 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ് I have always looked upon this place as my home ഞാൻ എപ്പോഴും ഈ സ്ഥലം എൻ്റെ വീട് പോലെയാണ് കാണുന്നത് My children advise me against living here in my old age എനിക്ക് പ്രായമായപ്പോൾ എൻ്റെ കുട്ടികൾ പറഞ്ഞു ഇവിടെ എന്താണ് താമസിക്കേണ്ടതാണ് There are no good hospitals here ഇവിടെ നല്ല ഹോസ്പിറ്റൽസ് ഇല്ല But the government has promised the residents here a new multi-speciality hospital which is expected to come up soon. പക്ഷെ ഗവൺമെന്റ് ഉറപ്പ് വന്നിട്ടുണ്ട് ഇവിടെയുള്ളവർക്ക് എന്താണ് ഇവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുമെന്ന് അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് I have realized that you cannot expect to have everything you like to have. എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മൾക്ക് വേണം എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്ന് ഇല്ല I think you too have realized it. എനിക്ക് തോന്നുന്നു നിനക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് സോ ഇവിടെ നടന്ന കാര്യങ്ങളാണ് ഓക്കെ കഴിഞ്ഞു പോയ കാര്യമാണ് ബട്ട് ഇപ്പോഴും പ്രസന്റിൽ അത് റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ എന്തൊക്കെ സെന്റൻസുകൾ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നോക്കിയേ I have always lived here for 30 years അല്ലേ അത് നടന്ന കാര്യമാണ് 30 വർഷം കൊണ്ട് ജീവിക്കുകയാണ് I have always looked upon this place as my home ഞാൻ എപ്പോഴും ഈ സ്ഥലം എൻ്റെ വീട് പോലെയാണ് കാണുന്നത് സോ ഈ സെന്റൻസുകൾ എന്താണ് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലേ You might have prepared some posters while observing Environment Day. Look at the sample posters. Environment Day, പ്രകൃതി ദിനം ഒക്കെ വരുമ്പോൾ നിങ്ങൾ പോസ്റ്റേഴ്സ് തയ്യാറാക്കില്ലേ ഇവിടെ കുറച്ച് സാമ്പിൾസ് തന്നിരിക്കുന്നത് ഓക്കെ സോ ഈ പോസ്റ്റേഴ്സ് ഒന്ന് അനാലിസ് ചെയ്യണം ഇതിലെ കോണ്ടന്റ് പിക്ചർ ലേഔട്ട് മെസ്സേജ് ഇല്ലസ്ട്രേഷൻ ഗ്രാഫിക്സ് പല കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റർ മേക്കിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ സോ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ടു എഡ്യൂക്കേറ്റ് നമുക്ക് ഇതിലൂടെ വിവരങ്ങൾ കിട്ടും ടു ഇൻഫോം അവയർനെസ് കിട്ടും അല്ലേ നമുക്ക് പറഞ്ഞിരിക്കുന്നത് കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി കുറച്ച് പോസ്റ്റേഴ്സ് കളക്ട് ചെയ്യുക എന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് പോസ്റ്റേഴ്സ് ന്യൂസ് പേപ്പറിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോസ്റ്റേഴ്സ് കാണാൻ പറ്റും അല്ലേ എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ലോഗൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് സ്ലോഗൻസ് നോക്കിയേ നിങ്ങളും തയ്യാറാക്കണം കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ ബ്ലാങ്ക് സ്പേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ലോഗൻ മറക്കാതെ നമ്മുടെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കില്ല ഓക്കെ സോ ഇവിടെ നോക്കിയേ ഡിസ്കണക്ട് ടു റീകണക്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ ഡിസ്കണക്ട് ചെയ്യുക ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് അൺപ്ലഗ് ആൻഡ് പ്ലേ ബാലൻസ് യുവർ സ്ക്രീൻ ടൈം ബാലൻസ് യുവർ ലൈഫ് സ്ക്രീൻ ടൈം ബാലൻസ് ചെയ്താൽ ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും സ്വിച്ച് ഓഫ് സ്ക്രീൻ സ്വിച്ച് ഓൺ ലൈഫ് സ്ക്രീൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ലൈഫ് സ്വിച്ച് ഓൺ ചെയ്യുക അപ്പം ഇതുപോലുള്ള സ്ലോഗൻ മറക്കാതെ ചെയ്യല്ലോ As in Ricky's home, we use a number of gadgets to make our work easier. റിക്കിയുടെ വീട്ടിൽ പോലെ നമ്മുടെ വീട്ടിലും പല ഗാഡ്ജറ്റ്സ് ഉണ്ട് അല്ലേ They educate and entertain us too. അതിലൂടെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് എന്റർടൈൻമെന്റും ആണ് But often they are misused. പക്ഷെ പലപ്പോഴും അത് മിസ്യൂസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് കാണിക്കുന്ന പോസ്റ്റർ അത് നിങ്ങൾ തന്നെ ചെയ്യുമല്ലോ അല്ലേ ഞാൻ ജസ്റ്റ് ഇവിടെ ടെംപ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത് ഉദാഹരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ വരുന്ന വേർഡ്സ് യൂസ് ചെയ്യാം പിക്ചേഴ്സ് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ സോ നമ്മൾ കംപ്ലീറ്റ് ആക്ടിവിറ്റി യൂണിറ്റ് 1 അവിടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല ഓക്കെ അതുപോലെ അതിനോടൊപ്പം തന്നെ പല ആൻസേഴ്സും ഞാൻ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കമന്റ് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കില്ല ഓക്കെ സോ നമ്മുടെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഓരോ വീഡിയോസും പല സബ്ജക്ട്സിന്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ So see you in the next video. Till then, bye. Thank you.